കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു സിസിടിവി ദൃശ്യം കൂടി പുറത്ത്. കോളേജ് പ്രിൻസിപ്പൽ നിതിനെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ശകാരിക്കുന്നതാണ് ദൃശ്യം. ഇതിൽ നിതിനോട് കയർക്കുന്നത് വ്യക്തമായി കേൾക്കാം. ലോണാപ്പിൽ നിന്നുള്ള ഭീഷണിയെക്കുറിച്ച് അധ്യാപിക പ്രിൻസിപ്പലിനോട് പരാതി പറയുന്നതും നിതിനെ മുറിയിലേക്ക് വിളിച്ചു വരുത്തുന്നതും ഇന്നലെ ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. ഇതിനിടെ ഇൻസ്റ്റന്റ് ലോണാപ്പിന്റെ നോയിഡയിലുള്ള ആസ്ഥാനം അതിസാഹസികമായി കണ്ണൂർ പോലീസ് കണ്ടെത്തി. ഇവിടെ നിന്ന് 3 പേരെ അറസ്റ്റ് ചെയ്തു. അതിനിടെ കോളേജിലെ ഓർത്തോഡോണ്ടിക്സ് വിഭാഗത്തിലെ അധ്യാപകർ ഉൾപ്പെടെ 7 പേർ രാജിക്കത്ത് നൽകി. മരിക്കുന്നതിന് തൊട്ടു മുൻപ് നിതിൻ രാജനെ പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ വിളിപ്പിച്ച് ശകാരിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ഇതിൽ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനാണ് നിതിൻ അവിടെ എത്തുന്നത്. ലത എന്ന് പറയുന്ന അധ്യാപികയും മറ്റ് 2 അധ്യാപകരുമുള്ള ദൃശ്യങ്ങളാണ് ഇന്നലെ പുറത്തുവിട്ടതെങ്കിൽ ഇന്ന് വളരെ നിർണായകമായ ദൃശ്യങ്ങളാണിത്. ഈ ദൃശ്യങ്ങളിൽ നിതിനെ ഈ ഒരു പ്രിൻസിപ്പൽ വലിയ തോതിൽ ശകാരിക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും ഈ കേസിൽ ഈ ഒരു ദൃശ്യം വളരെ നിർണായകം എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരമൊരു ദൃശ്യമാണ് ന്യൂസ് 18 പുറത്തുവിട്ടത്. ഈ ലത എന്ന് പറയുന്ന അധ്യാപിക ഇതിന് ശേഷം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അതിനുശേഷമാണ് പ്രിൻസിപ്പൽ ഇത്തരത്തിൽ വലിയ തോതിൽ നിതിനെ ശകാരിക്കുന്നത്. ഇതിന് 10 മിനിറ്റിനകം നിതിൻ തൊട്ടടുത്ത മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൽ നിന്നും താഴെ ചാടി ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതായത് നിതിൻ അവസാനമായി സംസാരിക്കുന്ന ഒരു ദൃശ്യമാണ് ഇതെന്ന് പറയേണ്ടി വരും. ഏതായാലും ഇന്ന് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായത്. ഈ കേസിൽ 3 പേരുടെ അറസ്റ്റ് ഇന്ന് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. നോയിഡയിലെ ഇവരുടെ ആസ്ഥാന കേന്ദ്രത്തിൽ പരിശോധന അവിടെ നടത്തി. അവിടെ നിന്നും ഒരുപാട് ഉപകരണങ്ങളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. 40ഓളം ജീവനക്കാരാണ് ഈ റെയ്ഡ് നടത്തുന്ന സമയത്ത് പോലീസ് അവിടെ എത്തുമ്പോൾ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഇതിൻ്റെ നടത്തിപ്പുകാരായ 3 പേരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നും നിരവധി ഉപകരണങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഇവർ മറ്റ് ആളുകളെയൊക്കെ ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും 36% പലിശക്കാണ് 15,000 രൂപ നിതിൻ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ലോണുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാനാണ് ലത എന്ന് പറയുന്ന അധ്യാപികയുടെ റെഫറൻസ് നമ്പറിൽ നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവരെ പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തുന്നത്. അതിൽ നിർണായകമായ ദൃശ്യം ഇന്നലെ ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. മറ്റൊരു ദൃശ്യം കൂടി പുതിയതായി വരുന്നതും വലിയ തെളിവാണ് ഈ കേസിൽ. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇനി കൂടുതൽ പേരെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ ആരോഗ്യ സർവകലാശാല സംഘം തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ഉൾപ്പെടെ ജീവനക്കാരിൽ നിന്നുൾപ്പെടെ ഈ സ്കൂളിലെത്തി ഇവിടെ മെഡിക്കൽ കോളേജിലെത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായത് ഈ കോളേജിൽ അധ്യാപകരുടെ കൂട്ടരാജി വന്നിട്ടുണ്ടെന്നാണ്. അതായത് 7ഓളം അധ്യാപകരാണ് ഇത്തരത്തിൽ കൂട്ടരാജി കത്ത് നൽകിയത്. ഏതായാലും മാനേജ്മെന്റ് ഈ കത്ത് സ്വീകരിച്ചിട്ടില്ല. ഈ പ്രധാനമായും വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ അധ്യാപകർക്കെതിരെ നിരന്തരം ആരോപണം ഉന്നയിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ഇങ്ങനൊരു കൂട്ടരാജി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും ഈ ഒരു കൂട്ടരാജി ഇതുവരെ മാനേജ്മെന്റ് തലത്തിൽ അത് സ്വീകരിച്ചിട്ടില്ല. പക്ഷേ പരാതി ഇത്തരത്തിൽ 7ഓളം രാജിയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അധ്യാപകരായ 7ഓളം പേരാണ് ഇപ്പോൾ രാജി സമർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും സഹപാഠികൾ ഇന്ന് തിരുവനന്തപുരത്തെ നിതിന്റെ വീട്ടിലെത്തിയതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വൈകാരികമായ രംഗമായിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് നിതിന്റെ അമ്മ ഇവരെ വരവേറ്റത്.